ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഒരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പി കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വ്ലോഗ് ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇഷ്ടമായാലും എന്തായാലും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ആക്കട്ടെ. എന്തെങ്കിലും നിങ്ങൾക്ക് വീഡിയോസിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളോ എന്തായിക്കോട്ടെ, നിങ്ങൾ ജസ്റ്റ് ഒരു സ്മൈലി എങ്കിലും നിങ്ങൾ കമൻറ്റ് ഇടുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാട്ടോ. നമ്മളെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എപ്പോഴും പറയുന്ന പോലെ തന്നെ രാവിലെയാണ് കേട്ടോ. പക്ഷേ ഇന്നത്തെ ഒരു രാവിലെ എന്ന് പറഞ്ഞാൽ നല്ലൊരു ബിസി ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ജഗപ്പുകയായിട്ടുള്ളൊരു രാവിലെയാണ് കേട്ടോ ഇന്നത്തെ. അതുകൊണ്ട് പിന്നെ നമ്മൾ രാവിലെ തന്നെ നേരെ കിച്ചണിലേക്ക് വന്ന് പെട്ടെന്ന് തന്നെ നമ്മളെ ഫുഡും കാര്യങ്ങളെല്ലാം റെഡിയാക്കി എടുക്കലാണ്. അപ്പോൾ ഇത് നമ്മളെ മക്രോണിയാണ് കേട്ടോ ഞാനൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് നമ്മൾ ഈ ഒരു മക്രോണി വെച്ചിട്ടുള്ള ആ ഒരു ഡിഷ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ആയി. അപ്പോൾ ഇത് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കലാണ് കേട്ടോ. പിന്നെ മക്രോണി വേവിക്കുന്ന ടൈമിലുണ്ടല്ലോ അത്യാവശ്യം ഉപ്പെല്ലാം നല്ല പോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. കാരണം നമ്മളിൽ കുറേ വെള്ളവും കൂടി ചേർക്കുന്നുണ്ടല്ലോ, ആ ഒരു ഉപ്പ് കറക്റ്റ് നോക്കണം. കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കുന്ന പോലെ വേണം കേട്ടോ അതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കിന് നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ്. അപ്പോൾ ചിക്കൻ ഞാൻ തലേന്ന് നമ്മൾ താഴത്തെ സ്റ്റോറേജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിട്ട് ഫ്രീസറിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടിയും ഈസിയായി. കാരണം ഇല്ലെങ്കിൽ പിന്നെ ഐസായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് പെട്ടെന്നൊന്നും ഇത് കിട്ടൂലല്ലോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് കഴുകി സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി അപ്പോൾ അതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഉപ്പ് പെട്ടെന്ന് തന്നെ ഇടുന്ന ടൈമിലുണ്ടല്ലോ എല്ലാം അങ്ങ് കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഉപ്പെല്ലാം കുറച്ച് നുള്ളി എടുത്തിട്ട് ഒന്ന് കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ലെമണും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. കാരണം ചിക്കൻ ഒന്ന് മസാലയിലിട്ടൊന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ അതിൽ ഒരു ഉപ്പ് പിടിക്കാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ കുഴപ്പമില്ല, നമ്മൾ വെജീസെല്ലാം ഒന്ന് കട്ടാകണം. അപ്പോൾ ആ ഒരു ടൈം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് സെറ്റായി വരുമല്ലോ. അപ്പോൾ ചിക്കൻ ഫുള്ളായിട്ടൊന്ന് പെരക്കി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ മക്രോണി നല്ല പോലെ കുക്കായിട്ടുണ്ട് കേട്ടോ. അതായത് ഇത് ഓവറായിട്ട് കുക്കാവൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് നമ്മളെ കയ്യിലിങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഒന്ന് പ്രസ്സായി വരുന്നുണ്ടെങ്കിൽ സംഭവം ഓക്കെ ആയി. ഇനിയിപ്പോൾ ഇതൊന്ന് വെള്ളമെല്ലാം ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വെള്ളം ഊറ്റുന്ന ടൈമിലുണ്ടല്ലോ നമ്മൾ അതിൻ്റെ മുകളിൽ പച്ചവെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ചിക്കനെല്ലാം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ച് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ വേണ്ടത്. നല്ല ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ ഫ്രൈ ആയിട്ടൊന്നും എടുക്കുകയൊന്നും വേണ്ട. അതായത് ഭയങ്കര ഡീപ്പായിട്ട് ഫ്രൈ ഒന്നും വേണ്ട കേട്ടോ ഇതിന്. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിലായിട്ട് നമ്മളെ ഉള്ളിയും തക്കാളി അതെല്ലാം ഒന്ന് കട്ടാക്കി എടുക്കലാണ്. പിന്നെ ഈ ചോപ്പർ ഇല്ലോണ്ട് നല്ലൊരു ഉപകാരമായി കേട്ടോ. കാരണം നമ്മളിങ്ങനെ പെട്ടെന്നെല്ലാം വേണമെങ്കിലുണ്ടല്ലോ ഈ ചോപ്പറിൽ ഇട്ട് കഴിഞ്ഞാൽ വേഗം തന്നെ ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ പെട്ടെന്നെല്ലാം കട്ടായി വരും കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ഉപകാരമുള്ള സാധനമാണ് കേട്ടോ. നമ്മളിങ്ങനെ എന്ത് തിരക്കില്ല ടൈമാണെങ്കിലും ഉണ്ടല്ലോ ഈ ചോപ്പറിലിട്ട് രണ്ട് വലിച്ചാൽ ഉള്ളിയെല്ലാം വേഗം തന്നെ കട്ടായി വരും. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3-4 ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിൽ അത്യാവശ്യം നല്ല മസാലയിലുണ്ടെങ്കിലാണ് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവല്. അപ്പോൾ നമ്മൾ ചിക്കനും ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ അത്യാവശ്യം ബോൺലെസ് പീസെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് എല്ലാം ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു ഓയിലും കൂടി ചേർത്ത് കഴിഞ്ഞാലാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പോൾ ചിക്കൻ ആകുന്നത്രയല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ആ ഒരു ഓയിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടാണ്. ഇപ്പോൾ നമുക്ക് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഉള്ളിയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ ഉള്ളി ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് തന്നെ എടുക്കാം കേട്ടോ. നമ്മൾ നോർമലി കട്ടാക്കുന്നതിന് ചോപ്പ് ചെയ്തെടുത്താലാണ് കുറച്ചും കൂടിയും നല്ലത്. ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മസാലത്തിൽ വേറെ തന്നെ ഒരിതാണ്. ഇനിയിപ്പോൾ അതിൽ തന്നെ ഞാൻ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഒരു ഓയിലും കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കിട്ടില്ല. നമ്മൾ ഏത് ചെമ്മീൻ വെച്ചിട്ട് എന്തെന്നാക്കിയാലും ഉണ്ടല്ലോ
നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു ഓയിലിലേക്ക് ചേർത്താലാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഇത് ഏകദേശം ഉള്ളിയിലൊന്ന് വാടി വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ എന്താ പറയുക, ഉള്ളിയിൽ ഇങ്ങനെ നല്ലോണം വാടിയിട്ട് തന്നെ അടുത്തടുത്ത് ചേർക്കണം എന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ഏകദേശം ഉള്ളി ഒന്ന് കുക്കായി വരുമ്പം തന്നെ നമുക്ക് ബാക്കിയിൽ ഐറ്റംസ് എല്ലാം ഇതിലേക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കില്ല. അപ്പോൾ ഇത് ഞാനൊരു 3 വലിയ തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കുക. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കി അപ്പോൾ ഇതാ നമ്മളെ ചിക്കനും അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനെല്ലാം അപ്പുറത്തും ഇപ്പുറത്തും ആക്കിയിട്ട് ഫാസ്റ്റിൽ അങ്ങനെ ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ ഇതാ ചിക്കനെല്ലാം ഒന്ന് മാറ്റുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ചും കൂടി ഓയിൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മളതിൽ പിന്നെ ഇല്ലേ, പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കാൻ ഇങ്ങനത്തെ എല്ലാം ആക്കുമ്പോഴല്ലോ അത്യാവശ്യം നല്ല ഓയിലും കാര്യങ്ങളെല്ലാം ആക്കിയാലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടെല്ലാം ചിന്തിക്കുന്നവരാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. പക്ഷേ ആ ഒരു കറക്റ്റ് ടേസ്റ്റൊന്നും നമുക്ക് കിട്ടില്ല കേട്ടോ. പിന്നെ എപ്പോഴെങ്കിലും നമ്മളിങ്ങനെ ആണ്ടിലൊരിക്കലാണ് ഇതെല്ലാം ആക്കുന്നതെങ്കിൽ പ്രശ്നമില്ല കേട്ടോ. നമ്മൾ എന്താ പറയുക, എപ്പോഴെങ്കിലും കഴിക്കുന്നതല്ലേ, പിന്നെ എല്ലാം ഇങ്ങനെ ഓവറായിട്ട് നോക്കിയാലും ചൊറ തന്നെയാണ്. അപ്പോൾ ഇതാ നമ്മൾ അതെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളി ഉള്ളിയെല്ലാം ഒന്ന് കുക്കായി വരുമല്ലോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ഒരു പേസ്റ്റാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. എല്ലാം കൂടി 1 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് അതും കൂടി ചേർത്തിട്ട് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മസാല ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഇതിലേക്ക് നമ്മളെ മസാല പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുരുമുളകെല്ലാം നമ്മൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഫുള്ളായിട്ടൊന്ന് ഇളക്കി എന്താ പറയുക, അതിൻ്റെ ആ ഒരു റോസ് സ്മെല്ലെല്ലാം പോയി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് ഞാനൊന്ന് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയാൽ കുറച്ച് കുറവുണ്ടായിന് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ നമ്മളെ ചിക്കനും കൂടി ഇതിലിട്ടിട്ട് ഫുള്ളായിട്ട് ഒന്ന് ഇളക്കി നല്ല ഒരു മസാലയും ചിക്കനും നല്ല പോലെ ഒന്ന് സെറ്റായി വരണം കേട്ടോ അതിലേക്ക്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡിഷ് ഉണ്ടല്ലോ, നമ്മളെന്തെങ്കിലും സൽക്കാരം പാർട്ടി അങ്ങനെയെല്ലാം ഉണ്ടെങ്കിലും ആക്കിയാലും നല്ലൊരു വെറൈറ്റിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട്. നമ്മളിങ്ങോട്ടെല്ലാം എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും മെയിനായിട്ട് ഈ ഒരു ഐറ്റം മസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കൽ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പോളം വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിത് എന്താ പറയുക, ഒരു മസാലയും അതൊന്ന് എന്താ പറയുക നല്ല ഡ്രൈ ആയിട്ടല്ല ഉണ്ടാകൽ. അപ്പോൾ ചെറിയൊരു ഗ്രേവി പോലെ ആയിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ചില ആൾക്കാരൊന്നും അങ്ങനെ ചേർത്ത് കൊടുക്കലില്ല കേട്ടോ. പക്ഷേ ആ ഒരു കുറച്ച് വെള്ളം കൂടി ചേർത്താലാണ് ആ ഒരു എന്താ പറയുക ഈ മാക്രോണിയെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒന്ന് എന്താ പറയുക ഇങ്ങനെ ഇളക്കി നല്ല ഒന്ന് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ചും കൂടിയും ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഈ മക്രോണിയെല്ലാം കഴിക്കുന്ന ടൈമിൽ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ഡ്രൈ ആയിട്ട് എന്താണ് മസാല വേറെ മക്രോണി വേറെ അങ്ങനെയല്ലേ ഉണ്ടാവില്ല. പക്ഷേ കുറച്ച് ഇങ്ങനെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കഴിഞ്ഞാൽ അതൊന്ന് സെറ്റായി വരും. പിന്നെ നമ്മൾ ഇതിൽ തന്നെ ഒന്ന് എന്താ പറയുക ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ചു വെക്കുമല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ അതിലെ വെള്ളമെല്ലാം കുറച്ചൊന്ന് ഡ്രൈ ആയി നല്ലൊരു രീതിക്ക് തന്നെ നമുക്കിത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കറിവേപ്പില ഇടാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. മറന്നതല്ല, ഇത് പറിച്ചുകൊണ്ട് വരാനായിട്ട് മുറ്റത്ത് പോകണ്ടേ, അപ്പം ടൈമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മ അതിൻ്റെ ഇടയിൽ കറിവേപ്പില പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അതും കൂടി ഇട്ട് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്താൽ നമ്മൾ മക്രോണി അങ്ങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ലാസ്റ്റായിട്ട് നമ്മൾ എന്താ പറയുക നമ്മളെ ചീസ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ചീസ് ഒരു 2-3 സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒറിഗാനോ അതുപോലെ തന്നെ ചില്ലി ഫ്ലെക്സ് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കിട്ടൽ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു എന്താ പറയുക ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കെല്ലാം ഇങ്ങനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. നമ്മൾ മുമ്പെല്ലാം ഞാനിങ്ങനെ ചെയ്തുകൊണ്ടുണ്ടായിന്, പക്ഷേ വീഡിയോസിൽ ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം ആട്ടെ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിലെല്ലാം പോയിട്ട് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ചീസും ഒറിഗാനോ അതെല്ലാം ഉണ്ടെങ്കിൽ കുറച്ച് അതെല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലും നല്ലൊരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ മക്കളെ ലഞ്ച് ബോക്സ് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് അവർ റെഡിയാകൽ ഫുഡ് കഴിക്കലെല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതൊന്നും വീഡിയോയിൽ അങ്ങനെ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. പിന്നെ ഈ ഒരു ലഞ്ച് ബോക്സിനുണ്ടല്ലോ ചെറിയൊരു പ്രോബ്ലമാണ്. കാരണം ഇതിൻ്റെ ആ ഒരു സ്ട്രാപ്പ് വരുന്ന ലഞ്ച് ബോക്സ് ആയതുകൊണ്ട് ഭയങ്കര ഇടങ്ങാറാണ്. കാരണം അതിൻ്റെ അടുക്കലിൽ ഇങ്ങനെ
എന്താ പറയുക എപ്പോൾ ഇങ്ങനെ ഒരു ക്ലീൻ ആകാത്ത പോലെ നമ്മൾ എത്ര ഇങ്ങനെ കഴുകി കഴിഞ്ഞാലുണ്ടല്ല ആ ഒരു സ്ട്രാപ്പിനെല്ലാം ഇങ്ങനെ എന്താ പറയുക ആ ഒരു കരിമ്പനടിച്ച പോലെ നമ്മളിങ്ങോട്ട് പറയൽ. അപ്പോൾ അത് ഇങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ ഞാൻ വിചാരിച്ച് ഏതായാലും ഈ ഒരു വർഷം അങ്ങനെ പോട്ടെ, ഇൻഷാല്ല നെക്സ്റ്റ് ഇയർ നമുക്ക് വേറെ നല്ല ടൈപ്പ് ലഞ്ച് ബോക്സ് എല്ലാം വാങ്ങിക്കണമെന്ന്. പക്ഷേ നമ്മൾ ആ ഒരു പണ്ടത്തെ ആ ഒരു ചോറ്റുപാത്രം തന്നെയാണ് കേട്ടോ, ആ ഒരു സ്റ്റീലിൻ്റെ ടൈപ്പ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഇങ്ങനത്തെ എല്ലാം വരുന്നത് വെറും വേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കാണാനെല്ലാം നല്ല ലുക്കാണ്, പക്ഷെ ആ ഒരു സ്ട്രാപ്പ് വരുന്നതാകുമ്പോൾ ഉണ്ടല്ലോ എപ്പോൾ അതിനൊരു ഒരു കറ പിടിച്ച പോലെയാണ് കേട്ടോ ഉണ്ടാവില്ല. എത്ര നമ്മൾ കഴുകിയാലും ആരെങ്കിലും കണ്ടാൽ വിചാരിക്കും ഇത് ക്ലീൻ ആക്കാത്തതാണെന്ന്. അപ്പോൾ ഇതാ നമ്മളെ ലഞ്ച് ബോക്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ മക്കളെ ബാക്കിയിൽ റെഡിയാക്കലും കാര്യങ്ങളെല്ലാം ആണ് കേട്ടോ ഉള്ളത്. അപ്പം മൂന്ന് ലഞ്ച് ബോക്സ് അല്ല കേട്ടോ, ഒന്ന് സ്നാക്ക് ബോക്സും അങ്ങനെയെല്ലാം ആയിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ പോകലും കാര്യങ്ങളെല്ലാം ആയിട്ട് കുറച്ച് സമയം അങ്ങനെ കുറേ ടൈം പോയിട്ടാ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടേ ഉണ്ടായിട്ടോ രാവിലെ. കാരണം നല്ല തിരക്കായതുകൊണ്ട് തന്നെ രാവിലെ ചായ കുടിക്കാനെല്ലാം വിട്ടുപോയി. പിന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എണീച്ചപാടും കുറച്ച് വെള്ളം നോർമൽ വാട്ടർ കുടിക്കുമല്ലോ. അപ്പോൾ പിന്നെ ചായ കുടിച്ചിട്ടേ ഇല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നല്ലോണം വിശന്നിട്ട് തന്നെ ഉണ്ടായിന്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ചായേൻ്റെ ഒപ്പരം തന്നെ ഞാൻ കുറച്ച് മാക്രോണിയും കൂടി കഴിച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ശരിക്കും ഞാൻ മക്കളെല്ലാം പോയി കഴിഞ്ഞാൽ ഒന്ന് റിലാക്സ് ആയിട്ട് വേണം കേട്ടോ ചായ വെള്ളം കുടിക്കാനായിട്ട്. എനിക്കങ്ങനെ വേഗം ഫാസ്റ്റിൽ ഇങ്ങനെ കുടിച്ച് വേഗം ഇതാക്കാനൊന്നും പറ്റില്ല. ഏത് ഫുഡാണെങ്കിലും എനിക്കിങ്ങനെ നല്ല റിലാക്സ് ആയിട്ട് ഇരുന്നിട്ടാണ് കേട്ടോ ഞാൻ കഴിക്കൽ. അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കേട്ടോ ഉള്ളത്. പക്ഷെ അങ്ങനെ ഓവറായിട്ട് കുറേ ക്ലീൻ ആക്കാനൊന്നും ഇല്ല കേട്ടോ. കുറച്ച് അങ്ങനെ അല്ലറ ചില്ലറ പാത്രങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. പിന്നെ മക്കൾ സ്കൂൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു ടൈമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു രാവിലത്തെ ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഹറിബറി ആയിട്ടുള്ളൊരു ടൈമാണ് കേട്ടോ അത്. പിന്നെയാണ് നമ്മളൊന്ന് ഫ്രീ ആവല്. ആ ഒരു രാവിലത്തെ സമയം എന്ന് പറഞ്ഞാൽ അതെല്ലായിടത്തും അങ്ങനെ ആയിരിക്കും അല്ലേ. പ്രത്യേകിച്ച് മക്കൾസെല്ലാം സ്കൂൾ പോകുന്നതാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. ചെറിയ കുട്ടികളാണെങ്കിൽ പിന്നെ തീർന്നു. കാരണം അവരെ റെഡിയാക്കണം, അവരെ കാര്യങ്ങൾ നോക്കണം, അവർ ഫുഡ് കഴിക്കുന്നുണ്ടോ അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണ്ട അയക്കാനായിട്ട്. വലിയ കുട്ടികളെല്ലാം ആകുമ്പോൾ പ്രശ്നമില്ല, അവരെ കാര്യങ്ങളെല്ലാം അവർ നോക്കും. അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് അവിടെ ഒന്ന് വിളമ്പി കൊടുക്കുകയേ വേണ്ടു. പക്ഷേ ചെറിയ കുട്ടികളാകുമ്പോൾ അവരെല്ലാ കാര്യവും നോക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് നല്ല നമ്മൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ക്ഷീണം പിടിക്കും. കാരണം രാവിലെ അവരെല്ലാം ഒന്ന് റെഡിയാക്കി വിടുമ്പോഴത്തേക്കും നമ്മളും അത്യാവശ്യം ടയേർഡാവും കേട്ടോ. പിന്നെ കുഴപ്പമില്ല, പിന്നെ നമ്മളൊന്ന് ഫ്രീ ആയല്ല. രാവിലെ അവരിങ്ങനെ ഒരു ഓട്ടപ്പാച്ചലെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്ന് ഫ്രീ ആയിട്ട് നമ്മളെ മൈൻഡെല്ലാം ഒന്ന് സെറ്റായി നല്ല ഫ്രീ ആയിട്ട് ഒന്ന് റിലാക്സ് ആയിട്ടുള്ളൊരു ടൈമാണ് കേട്ടോ. പിന്നെ ഇല്ലേ കുറച്ച് സമയങ്ങളെല്ലാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് പച്ചക്കറിയെല്ലാം നട്ടിട്ടുണ്ട്. പച്ചക്കറിയൊന്നുമില്ല, ജസ്റ്റ് ചീരേൻ്റെ വിത്ത് വേറി കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ ഈ ഒരു സ്ഥലത്ത്. ഇത് ഞാൻ മുമ്പ് ഏതോ ഒരു വ്ളോഗിൽ ഞാൻ ഈ കപ്പയെല്ലാം പറിക്കുന്ന കാണിച്ചിട്ട്, അപ്പോൾ ആ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ നമ്മൾ പണിക്കാർ വന്നിട്ട് മൊത്തത്തിൽ കളച്ചാടയെല്ലാം ഒന്ന് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചീര വിത്ത് വേറി കൊടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നല്ല രാവിലെ ഇങ്ങനെ വെള്ളമെല്ലാം ഒഴിക്കാൻ നല്ലൊരു പാങ്ങല്ലേ. അപ്പോൾ ഇത് അത്യാവശ്യം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മുളയെല്ലാം പൊട്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാല്ല എന്താണെന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ജസ്റ്റ് നമ്മളെ ഉള്ളിലെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ടെല്ലാം കുറേ പണികളെല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെയെല്ലാം വലിയ അങ്ങനെ പെരങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ. അതായത് വലിയ ഇങ്ങനെ കച്ചറായിട്ടൊന്നും ഇല്ല പോരാ. ജസ്റ്റ് എല്ലാം ഒന്ന് ഒന്ന് അടക്കി പറക്കി വെക്കാനേ ഇല്ല. അപ്പോൾ അതെല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മളെ പാത്തുക്കുട്ടിയുടെ കുളിച്ച് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി പോക്കൊന്ന് ഡ്രസ്സെല്ലാം ആക്കി ഓളൊന്ന് സുന്ദരിയാക്കിയിട്ട് ഉറക്കലാന്ന് കേട്ടോ ഇനിയത്തെ പണി. അന്നത്തെ ദിവസം ഞാൻ അങ്ങനെ വ്ളോഗൊന്നും പിന്നെ അങ്ങോട്ട് എടുത്തിട്ടുണ്ടായിട്ടോ. പിന്നെ ഞാനിങ്ങനെ എന്തെല്ലോ ബിസി ആയിപ്പോയിട്ട് അങ്ങനെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പിന്നെ വൈകുന്നേരം ഞാൻ പുറത്ത് പോയിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത് വെക്കലും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതെല്ലാം ഞാൻ എപ്പം വിചാരിക്കും ഇങ്ങനെ എല്ലാം നമ്മൾ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണമെന്ന്. കാരണം എപ്പോൾ ഇങ്ങനെ വാങ്ങിക്കൊണ്ടെന്ന് അങ്ങനെ തന്നെ അങ്ങ് വെക്കലാണ് കേട്ടോ. ഒന്നാമത് ടൈമൊന്നും കിട്ടൂല കേട്ടോ അങ്ങനെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനൊന്നും. അപ്പോൾ ഞാൻ കുറച്ച് മുട്ട സാധനങ്ങളെല്ലാം അങ്ങനെ
വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് മുട്ടയാണ് കേട്ടോ. കാരണം മുട്ട ഇവിടെ ഭയങ്കര ചിലവ് തന്നെയാണ്. അപ്പോൾ ഞാൻ നാടൻ മുട്ടയും അതുപോലെ തന്നെ നമ്മളെ ഫോറിൻ മുട്ട എന്നിട്ട് നമ്മൾ പറയൽ, അപ്പോൾ അത് രണ്ടും കൂടി അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നാടൻ എന്നൊന്നും പറയാൻ കഴിയില്ല കേട്ടോ, ഒരു ഇനി വേറെ എന്തോ ഒരു പേരും കൂടി പറയലുണ്ട്. അപ്പോൾ അത് രണ്ടും അങ്ങനെ വാങ്ങിച്ച് രണ്ടും ഇങ്ങനെ ട്രേയിലാണ് കേട്ടോ ഞാനിങ്ങനെ ആക്കി വെക്കൽ. കാരണം ഇത് അത്യാവശ്യം നല്ലൊരു ട്രേ ആണ് കേട്ടോ. ഇത് എന്താ പറയുക, നമ്മളെ മുട്ട വെക്കുന്നതൊന്നും അല്ല കേട്ടോ. ഇത് നമ്മൾ നോർമലി ഇങ്ങനെ എന്തെങ്കിലും സിറപ്പ് ജ്യൂസ് കാര്യങ്ങളെല്ലാം വെക്കുന്നതായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഇതിങ്ങനെ നമ്മൾ എഗ്ഗെല്ലാം സ്റ്റോർ ചെയ്യാനാണ് കേട്ടോ യൂസ് ആക്കൽ. അതാകുമ്പോൾ നമുക്ക് നല്ല സുഖമാണ്, നമുക്കിങ്ങനെ ഒരുപാട് ഇതിൽ സ്റ്റോർ ചെയ്യാനും പറ്റും, വേഗം എടുക്കാനും എല്ലാം എളുപ്പമാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് ഇതിൽ വെച്ച് കൊടുത്ത് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കലാണ്. അതുപോലെ തന്നെ ഞാനിങ്ങനെ എന്തെങ്കിലും ഷോപ്പിങ്ങിനെല്ലാം പോകുന്ന ടൈമിലുണ്ടല്ലോ, ഞാൻ മാക്സിമം നമ്മളവർക്ക് എല്ലാ സാധനങ്ങളും ഏകദേശം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പോലെ. കാരണം ഫ്രിഡ്ജെല്ലാം ഒന്ന് കാലിയായിട്ട് ഏകദേശം ഒന്ന് ക്ലീൻ ആക്കേണ്ട ആ ഒരു രീതിയിലാകുമ്പോൾ സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ പോലെ. അങ്ങനെ ആകുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ പഴയ സാധനങ്ങളെല്ലാം കുറച്ച് തീർന്ന് എല്ലാം ഒന്ന് ഫ്രീ ആയി ക്ലീൻ ആക്കിയിട്ട് തന്നെ നമുക്ക് പോകാനും പറ്റുമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ടെല്ലാം കേട്ടോ സാധനങ്ങളെല്ലാം വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ടായത്. അപ്പോൾ ഏകദേശം മൊത്തത്തിൽ കാലിയായിട്ടുണ്ടായിരുന്നു എല്ലാ സാധനങ്ങളും. പിന്നെ എന്താ പറയുക, ഷോപ്പിങ്ങും കാര്യങ്ങളും അതൊന്നും ഞാൻ പിന്നെ വീഡിയോസിൽ എടുത്തിട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ വേഗം ഫാസ്റ്റിൽ പോയി ചില ടൈമിൽ നമ്മൾ വീഡിയോ എടുക്കാനെല്ലാം മറന്നു പോകും കേട്ടോ. സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഞാനെല്ലാം എനിക്ക് വീഡിയോ ചെയ്യണം, വീഡിയോ എടുക്കാമെന്നെല്ലാം വലിയ പ്ലാനിങ്ങിലായിരിക്കും പോലെ. പക്ഷെ ആ ഒരു നമ്മളിങ്ങനെ ഓരോ സാധനങ്ങളെല്ലാം എടുത്ത് പിന്നെ അങ്ങനെ അങ്ങ് അപ്പാടെ മറന്നു പോക്കാണ് കേട്ടോ. ഈ ഒരു സാധനം വാങ്ങിക്കാൻ പോയ ടൈമിൽ തലേന്നേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും എല്ലാത്തിൻ്റെ വീഡിയോസ് എല്ലാം എടുക്കണമെന്ന്. പക്ഷേ അവിടെ എത്തിയപ്പാടെ ഞങ്ങൾക്ക് എല്ലാം മറന്നുപോയി. ഞാനിങ്ങനെ ഫാസ്റ്റിൽ ഓരോരോ സാധനങ്ങളെല്ലാം എടുത്ത് എന്താ പറയുക, ഇവിടെ പുറക്കെത്തിയ പിന്നെ ഞാൻ അയ്യോ വ്ളോഗൊന്നും എടുത്തിട്ടില്ലല്ലോ, ഒന്നും എടുത്തിട്ടില്ലല്ലോ എന്ന് ഞാൻ പിന്നെ ആട്ടാ എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ വീഡിയോ എടുക്കലിൻ്റെ എല്ലാം കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഞാൻ ആ ഒരു വെജിറ്റബിൾ ബോക്സും അത്യാവശ്യം നല്ല പോലെ കച്ചറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ എന്നിട്ട് ക്ലീനാക്കി എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തത്. പിന്നെ ഇതിൽ കുറച്ച് തക്കാളി അങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം കേട്ടോ വെക്കൽ. ഞാനെല്ലാം ഒരുപാട് ബോക്സൊന്നും ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യൂല കേട്ടോ. അത്യാവശ്യം ഈ ഒരു ബാസ്ക്കറ്റിൽ അത്യാവശ്യം വെജിറ്റബിൾസ് എല്ലാം ഞാൻ ഇതിലങ്ങനെ വെച്ച് കൊടുക്കലാണ്. അപ്പോൾ ഞാൻ തക്കാളിയെല്ലാം വാങ്ങിക്കുന്ന ടൈമിൽ അത്യാവശ്യം കുറേ തക്കാളി ഞാനിങ്ങനെ പച്ച ടൈപ്പെല്ലാം വാങ്ങിക്കലാണ് കേട്ടോ. അധികം പഴുക്കാത്ത ടൈപ്പെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറേ നാൾ യൂസ് ആക്കുന്നതല്ലേ. അപ്പം പിന്നെ അങ്ങനെയെല്ലാം നോക്കി വാങ്ങിക്കും. പിന്നെ ചെറുത് വലുത് അങ്ങനെ പല ടൈപ്പിലെല്ലാം കേട്ടോ ഞാൻ സാധനങ്ങളെല്ലാം വാങ്ങിക്കൽ. കാരണം തക്കാളിയെല്ലാം ഇങ്ങനെ ഒരുപാട് വലുത് നമ്മളിങ്ങനെ ചെറുത് എന്തെങ്കിലും ആക്കുന്നുണ്ടെങ്കിൽ ചെറിയ തക്കാളി ചെറിയ ഉള്ളി അങ്ങനെയെല്ലാം എടുക്കാനായിട്ട് അതെല്ലാം ഞാൻ ഇനി ഇൻഷാല്ല ഈ സാധനങ്ങളെല്ലാം കൈയിട്ട്. അപ്പം ഞാൻ വീണ്ടും പോകുമ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഒരു ഷോപ്പിംഗ് വേറെ തന്നെ ഒരു രീതിയാണ് കേട്ടോ. അപ്പം അത് ഞാൻ എന്തായാലും ഏതെങ്കിലും ഒരു വ്ളോഗിൽ കാണിക്കട്ടെ. ഇനി ഇപ്പോഴേ ഇല്ല ഏകദേശം എന്താ പറയുക സാധനങ്ങളെല്ലാം ഏകദേശം മൊത്തത്തിൽ സ്റ്റോറാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൈയിട്ട് അപ്പം നമുക്ക് പോകാം. ഇനിയിപ്പോൾ ഞാൻ ഒരു ബോക്സ് ഞാനിത് മുന്നേ എന്താ പറയുക ഞാൻ ദുബൈയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് ഗൾഫിൽ നിന്ന് വരുന്ന ടൈമിൽ മുമ്പ് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഇപ്പം എന്നിട്ട് യൂസ് ആക്കാൻ തുടങ്ങിയിട്ടുള്ളത്. കാരണം ഞാനിപ്പോൾ എന്നിട്ട് കിച്ചണിലെല്ലാം ഒന്ന് കയറി എല്ലാം ഒന്ന് ഓണായിട്ടുണ്ടായത്. കാരണം ഇത്രയും നാളും ഞാൻ ഡെലിവറിയെല്ലാം കഴിഞ്ഞ് റെസ്റ്റും കാര്യങ്ങളെല്ലാം ഇതൊന്നും ഞാൻ തൊട്ടിട്ടേ ഉണ്ടായിട്ടോ. ഇതൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇപ്പം ഞാനിങ്ങനെ ഓരോന്ന് വലിക്കുമ്പോൾ ഇതെല്ലാം കണ്ടിട്ടുണ്ടായത്. അപ്പോൾ ഇതെനിക്ക് ഇപ്പോൾ കിട്ടിയോണ്ട് നല്ല ഉപകാരമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പച്ചമുളകെല്ലാം ഉണ്ടല്ലോ നമ്മളിങ്ങനെ ഒരു ബോക്സിലാക്കി വെച്ചാൽ നല്ല സുഖമാണ് കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ ചീഞ്ഞു പോകുകയോ കേടാകുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ. പ്രത്യേകിച്ച് പച്ചമുളകെല്ലാം നമ്മൾ ആ ഒരു എന്താ പറയുക ഒരു വെജിറ്റബിൾ ബാസ്ക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ പെട്ടെന്ന് തന്നെ എല്ലാം പെട്ടെന്ന് ഇങ്ങനെ ഉണങ്ങിപ്പോകും, ചീഞ്ഞു പോകുകയും എല്ലാം ചെയ്യും. പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്താലുണ്ടല്ലോ നല്ലതാണ് കേട്ടോ. നമുക്ക് ഒരുപാട് നാളിത് ഒന്നും ആകാതെ നിൽക്കുകയും ചെയ്യും. നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് യൂസ് ആക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇതിൻ്റെ മൊത്ത് കളഞ്ഞിട്ടാണ് കേട്ടോ വെക്കേണ്ടത്. ഞാനിങ്ങനെ ടിഷ്യൂ പേപ്പർ വെച്ച് കുറച്ച് അതിൽ വെക്കും, വീണ്ടും ടിഷ്യൂ വെച്ച് വീണ്ടും അങ്ങനെയാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കൽ. അപ്പോൾ നല്ല സുഖമാണ് കേട്ടോ അങ്ങനെ ആകുമ്പം. പിന്നെ സമയമില്ലവരാണെങ്കിൽ ഇത് കഴുകി ക്ലീനാക്കി ജസ്റ്റ് ഒന്ന് വെള്ളമെല്ലാം ഒന്ന്
തുടച്ചെടുത്തിട്ട് അങ്ങനെയും ചെയ്യുന്നവരുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് എന്താണ് സമയം എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊന്നും ടൈമില്ല കേട്ടോ എനിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതെല്ലാം അങ്ങനെ തന്നെ വെച്ചത്. പിന്നെ നമ്മൾ കുറച്ച് ബീൻസ് അതുപോലെ തന്നെ വെണ്ടയ്ക്ക അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഈ ഒരു ബോക്സിലാക്കി വെക്കുന്നുണ്ട്. കാരണം ഇത് രണ്ടും ഈ ഒരു ബോക്സ് എടുത്താൽ തന്നെ നമുക്ക് വേഗം അതിൽ നിന്ന് എടുക്കാമല്ലോ. മറ്റേ ചൈലാണെങ്കിൽ അതെല്ലാം ഓരോന്ന് പറക്കി എടുക്കുമ്പം അത്രയും ടൈം പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും വിലപ്പെട്ടതാണ് എൻ്റെ ടൈം. അപ്പോൾ ഇതാ വെറുതെ നമ്മൾ സമയം പാഴാക്കാൻ പാടില്ല. ഇനിയിപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും ഞാനൊരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇഞ്ചിയിൽ അത്യാവശ്യം നല്ലോണം ചെളിയും കാര്യങ്ങളെല്ലാം ഇല്ലതല്ലേ. അപ്പോൾ ഇങ്ങനെ ബോക്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു ബോക്സിൽ മാത്രമായിരിക്കും ചെളിയെല്ലാം ഉണ്ടാകല്. അപ്പോൾ അതും നല്ലൊരു കാര്യമാണ്. ഇനിയിപ്പോൾ ഇതാ മല്ലിയിലയും ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മല്ലിയില ഞാൻ അതിൻ്റെ വേരും കാര്യങ്ങളെല്ലാം കളഞ്ഞ് അതും ഇതുപോലെ കട്ടാക്കി അതിൻ്റെ കുറച്ച് തണ്ടിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നെല്ലാം കട്ടായി കളയും കേട്ടോ. അപ്പോൾ അതും ഇതുപോലെ തന്നെ നല്ല ടിഷ്യൂവിൽ തന്നെ ഇങ്ങനെ ലെയർ ആക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കലാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും. ഒന്നും ചീഞ്ഞു പോകുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ. പക്ഷേ ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെ സമയമില്ലവരാണെങ്കിൽ നമുക്കിത് കഴുകി ജസ്റ്റ് ഒരു കോട്ടൺ തുണിയിലൊന്ന് ഡ്രൈ ആക്കിയിട്ട് വെച്ചാലും മതി കേട്ടോ. നമുക്ക് വേഗം ഇങ്ങനെ എടുത്തിടയിലും വേണ്ടും. അപ്പോൾ അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. പിന്നെ നമ്മളെ നാട്ടിലത്തെ മല്ലിയില എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പോലെ കച്ചറയില്ല മല്ലിയിലായിരിക്കും കേട്ടോ കിട്ടൽ. പ്രത്യേകിച്ച് ഇങ്ങനെ ചളി പിടിച്ച മല്ലിയിലയാണ് ഉണ്ടായാൽ. പക്ഷെ നമ്മളിങ്ങനെ ദുബൈയിൽ തന്നെ യൂസ് ആക്കിയിട്ട് നാട്ടിലത്തേക്ക് മാറുമ്പം ഭയങ്കര ഒരു ഇതാണ്. നമ്മളായിരിക്കും ഇതെന്തോ ഒരു വൃത്തിയില്ലാത്ത മല്ലിയില പോലെയാണ്. പക്ഷേ ദുബൈയിലെല്ലാം നമുക്ക് ആ ഒരു ഫ്രഷ് മല്ലിയില ഇങ്ങനെ എന്താ പറയുക ആ ഒരു പറിച്ചെടുത്ത ഒരു വേറെ തന്നെ ഒരു കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലാവട്ടെ. പിന്നെ അത് ദുബൈയിൽ നിന്ന് നമ്മളിങ്ങനെ എ സിയിലല്ലോ അല്ലേ നമ്മൾ സൂപ്പർ മാർക്കറ്റിലും ഫുൾ AC ഓണാക്കിയിട്ടല്ലേ ഉണ്ടായാൽ. പിന്നെ നമ്മളെ നാട്ടിലത്തത് ആ ഒരു രീതിയിലെ പച്ചക്കറി മാർക്കറ്റ് കാര്യങ്ങളെല്ലാം അങ്ങനെയുണ്ട്. പക്ഷേ ഇവിടെയും ഉണ്ട് കേട്ടോ. ഇപ്പം അങ്ങനത്തെ എല്ലാം നമ്മളെ നാട്ടിലും കിട്ടുന്നെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് പുതിന ഇലയും അങ്ങനെ വെച്ച് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ തണ്ടും വേരും കാര്യങ്ങളെല്ലാം കളഞ്ഞ് അതിൻ്റെ ആ ഒരു കുറച്ച് വാടിയ ഇലകളെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കളഞ്ഞു കൊടുത്തിട്ട് വേണം കേട്ടോ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമുക്ക് യൂസ് ആക്കാം കേട്ടോ. ചീഞ്ഞു പോകുക അങ്ങനത്തെ ഒരു പ്രശ്നവും വരില്ല കേട്ടോ. ഞാൻ ഗൾഫിലെല്ലാം ഉള്ള ടൈമിൽ എനിക്ക് എപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ പണി. ഇങ്ങനെ അടുത്ത ഫ്രിഡ്ജ് അത്യാവശ്യം നല്ല വലിയൊരു ഫ്രിഡ്ജായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റോറേജ് ഏരിയ ഇല്ലോണ്ട് ഞാനിങ്ങനെ ഒരുപാട് കണ്ടെയ്നറിലാക്കിയിട്ട് ഇങ്ങനെ ഓരോരോ ഐറ്റംസ് ഓരോന്നിലാക്കി വെക്കലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നാടൊന്നും ചെയ്യല്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നേ പിന്നെ ഇപ്പം എന്നിട്ട് എനിക്ക് ഈ നല്ലൊരു ടൈമെല്ലാം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാം അത്യാവശ്യം നല്ല പോലെ വേസ്റ്റും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നമ്മളെ പുതിനേൻ്റെ ആ ഒരു തണ്ടെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതും ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നട്ടുകൊടുക്കാമല്ലോ. ഇവിടെ അത്യാവശ്യം നട്ടുകൊടുത്താലെല്ലാം ആവലുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ബാസ്ക്കറ്റിൽ ഞാൻ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം ഇട്ട് വെക്കലാണ്. പിന്നെ ഫ്രൂട്ട്സൊന്നും അങ്ങനെ പുറത്താണ് കേട്ടോ വെക്കൽ. അത്യാവശ്യം മാത്രമേ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കൂല. കാരണം ഇപ്പോൾ ഒന്നാമതേ തണുപ്പാണ്. പിന്നെ മക്കൾക്കെല്ലാം തണുപ്പില്ലാതെ തന്നെ നമുക്ക് കൊടുക്കാമല്ലോ. അപ്പം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അവർ വേഗം സ്വന്തം തന്നെ എടുത്ത് കഴിക്കും. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെച്ചെടുത്താവും. അവർക്കിങ്ങനെ എന്തെങ്കിലും കാണുന്നിടത്ത് വെച്ചാൽ അവർ വേഗം അങ്ങനെ കഴിച്ചോളും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ആക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് നല്ലൊരു വ്ളോഗിൽ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ സാധനങ്ങളെല്ലാം ഒന്ന് സ്റ്റോർ ചെയ്തെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്.